റഷ്യ യുക്രൈൻ യുദ്ധം എന്നവസാനിക്കും എന്ന് ലോകം ചോദിക്കാൻ തുടങ്ങിയിട്ട് നിരവധി ദിവസങ്ങളായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വലിയ രീതിയിലുള്ള ശ്രമം നടത്തുകയും ചെയ്തു. എന്നാൽ ഇതുവരെയും റഷ്യൻ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ട്രംപിന്. ഈ അടുത്ത് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. റഷ്യൻ യുക്രൈൻ യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്ന ലോകത്താകമാനം ഒരു വാർത്ത പരക്കുന്ന രീതിയിലേക്ക് ഈ കൂടിക്കാഴ്ച പോയി. എന്നാൽ അതിന് തൊട്ടടുത്ത ദിവസം തന്നെ റഷ്യ ഒരു വാർത്തയുമായി രംഗത്തെത്തി. കാരണം യുക്രൈൻ റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ വസതിക്ക് നേരെ ആക്രമണം നടത്തി എന്ന ഒരു വാർത്ത പുറത്തു വിട്ടു. ഇതോടുകൂടി ചർച്ചകൾ വഴിമുട്ടി എന്ന ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയതിനെ തുടർന്ന് മോസ്കോയിലെ വിമാനത്താവളങ്ങൾ അടച്ചു എന്ന റിപ്പോർട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. മോസ്കോയിലെ 4 വിമാനത്താവളങ്ങളിൽ 3 എണ്ണം അടച്ചതായാണ് റിപ്പോർട്ട്. മോസ്കോയിലെ ഏറ്റവും തിരക്കേറിയ രണ്ടാമത്തെ വിമാനത്താവളമായ വ്നൂക്കോവോയിൽ യുക്രൈൻ ആക്രമണത്തെ തുടർന്ന് വിമാനങ്ങൾ വൈകി. വിമാനങ്ങളുടെയും യാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാനാണ് സർവീസുകൾ നിർത്തിയത് എന്നാണ് റഷ്യൻ വ്യോമയാന റെഗുലേറ്ററായ ആ, വക്താവ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 1 മണിക്കും 4 മണിക്കും ഇടയിലാണ് സർവീസ് നിർത്തിവെച്ചത്. 3 വിമാനത്താവളങ്ങളിലാണ് 1 മണിക്കൂറിനുള്ളിൽ ഭാഗികമായി പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നത്. 4 വർഷമായി നടക്കുന്ന ഏറ്റുമുട്ടലിൽ റഷ്യയെ വിറപ്പിച്ച സൈനിക നീക്കമാണ് യുക്രൈൻ കഴിഞ്ഞ ദിവസം നടത്തിയത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇക്കഴിഞ്ഞ ദിവസം മാത്രം റഷ്യയിലേക്ക് 27 ഡ്രോണുകൾ യുക്രൈൻ തൊടുത്തുവിട്ടു എന്നാണ് വിവരം. റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനം ഈ ആക്രമണങ്ങളെ ഫലപ്രദമായി ചെറുത്തു എന്ന് മോസ്കോ മേയർ സെർജി സോബിയാൻ പറഞ്ഞു. പിന്നാലെ യുക്രൈൻ വിമാനങ്ങൾക്ക് വ്യോമാതിർത്തിയിൽ അമേരിക്ക വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. യുക്രൈൻ അതിർത്തിയിലെ റഷ്യൻ ഗ്രാമമായ ബെൽഗെറോഡിൽ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എന്തായാലും റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്ന വാർത്ത പരന്നു. എന്നാൽ ഇപ്പോൾ യുദ്ധം വീണ്ടും കൂടുതൽ മുറുകുകയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. കാരണം യുക്രൈൻ ആക്രമണം കടുപ്പിക്കുമ്പോൾ റഷ്യ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയെങ്കിൽ വീണ്ടും ലോകത്തെ ആശങ്കയിലാക്കി കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നേക്കാം.